അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കാസർഗോഡ് ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് കാണാം കാസർഗോട്ടെയും റാണിപുരത്തെയും മറ്റും വിശേഷങ്ങൾ. യാത്ര ഇത് ആരംഭിക്കുകയായി. എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി ഗീഷയിൽ നിന്ന് ഈ സ്ഥലങ്ങളിലേക്കും ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവും സമയവും ഒക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ മാപ്പിൽ നോക്കുക. കിഴിശ്ശേരിയിൽ നിന്ന് വയലപ്പുറ ബീച്ചിലേക്ക് 148 കിലോമീറ്റർ, 3 മണിക്കൂർ 50 മിനിറ്റ് നേരത്തെ യാത്ര. നടുവിലെ മാപ്പിൽ നോക്കുക. കിഴിശ്ശേരിയിൽ നിന്ന് റാണിപുരത്തേക്ക് 228 കിലോമീറ്റർ, 5 മണിക്കൂർ 40 മിനിറ്റ് നേരത്തെ യാത്ര. അവസാനത്തെ മാപ്പിൽ നോക്കുക. കിഴിശ്ശേരിയിൽ നിന്ന് ബേക്കൽ ബീച്ചിലേക്ക് 200 കിലോമീറ്റർ, 4 മണിക്കൂർ 55 മിനിറ്റ് നേരത്തെ യാത്ര. വലതുവശങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഈ മാപ്പുകളിൽ നോക്കുക. ഇടതുവശത്ത് ബേക്കൽ ബീച്ചിൽ നിന്ന് റാണിപുരത്തേക്ക് 52 കിലോമീറ്റർ, 1 മണിക്കൂർ 17 മിനിറ്റ് നേരത്തെ യാത്ര. വലതുവശത്ത് ബേക്കൽ ബീച്ചിൽ നിന്ന് വയലപ്പുറയിലേക്ക് 52 കിലോമീറ്റർ, 1 മണിക്കൂർ 9 മിനിറ്റ് നേരത്തെ യാത്ര. അപ്പോൾ നമ്മൾ യാത്രയാവും. കാസർഗോഡ് റാണിപുരം ഭാഗത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. ജുനൈദാണ് ഇന്ന് നമ്മുടെ സാരഥി. നിലമ്പൂർ യാത്രകളിൽ നമ്മുടെ വാഹനം ഓടിച്ചിരുന്നത് സാജേഷാണ് കൂടെയുള്ളത്. പെൻഷനേഴ്സ് അധ്യാപകരുടെ സന്നദ്ധ സംഘടനയായ ഷെൽട്ടർ കിഴിശ്ശേരി ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ ഈ യാത്ര. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അമരക്കാരനിത ബാബു മാഷാണ്. കൂടാതെ ജോണി മാഷ്, ഉസ്മാൻ മാഷ് എന്നിവർ കൂടി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ പങ്കെടുക്കുന്ന ഷെൽട്ടർ അംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരുകളാണ് താഴെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ സന്ദർശിക്കുന്നത് റാണിപുരം എന്ന ഒരു ഡിസ്റ്റൻറ്റ് വില്ലേജിലേക്കാണ്. അതിനു മുൻപ് നമ്മൾ വയപ്പറ, ബേക്കൽ കോട്ട എന്നീ സ്ഥലങ്ങളും സന്ദർശിക്കുന്നു. നമുക്ക് പോകാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളി കേട്ടോ. നമ്മുടെ പ്രമുഖ യൂട്യൂബർ കാസിം ഭായ് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 ഭാഗങ്ങളായി യാത്ര പ്രതീക്ഷിക്കാം. നമ്മളിപ്പോ എവിടേക്കാ പോണത്? നമ്മള് കാസർഗോഡ് റാണിപുരം വരെ ഒന്ന് പോണം. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നമുക്ക് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് പോരണം. നമ്മുടെ കൂടുതൽ 1-2 കുട്ടികളുണ്ട്. നമ്മുടെ യാത്രയിൽ ആദ്യമായി നമ്മൾ എത്തുന്നത് വയലാപ്പുറ ഫാൻറ്റസി പാർക്കിലാണ്. റാണിപുരത്തെ ഭൂപ്രകൃതിയും വിശേഷങ്ങളുമാണ് നമ്മുടെ പ്രധാന സന്ദർശന വിഷയം. റാണിപുരത്തെ മലനിരകൾ, പർവ്വതങ്ങൾ, താഴ്വാരങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവ നമ്മൾ സന്ദർശിക്കുന്നു. പറഞ്ഞു നിൽക്കെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വിസിറ്റിംഗ് ഡെസ്റ്റിനേഷനായ വയലാപ്പുറ ഫ്ലോട്ടിംഗ് പാർക്കിലാണ്. നമുക്ക് കാണാം, ആസ്വദിക്കാം ഇവിടുത്തെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ. പയ്യന്നൂരിൽ നിന്നും പഴയങ്ങാടിയിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സന്ദർശന കേന്ദ്രമാണ് വയലാപ്പുറയിലെ ഫ്ലോട്ടിംഗ് വാട്ടർ പാർക്ക്. എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു. ഗാർഡനിൽ ഫോട്ടോ എടുക്കുന്ന ധൃതിയിലാണ് എല്ലാവരും. ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് കായലിലേക്ക് ഒരു വഴിയുണ്ട് ബോട്ടിങ്ങിന് വേണ്ടി. കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ തീംസിലും നമ്മൾ ചിലർ ഇവിടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ ബോട്ടിങ്ങിനായി ഇതിൽ കയറിയിരിക്കുകയാണ്. ഏഴിമല കുന്നുകളുടെ എതിർവശത്തായി കായലുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ പാർക്കാണിത്. അതിനാൽ ഉച്ച കഴിഞ്ഞ് സമയം ചെലവഴിക്കാൻ വയലാപ്പുറ പാർക്കിൽ വിശ്രമിക്കാവുന്നതാണ്. പാർക്കിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതയും ഫ്ലോട്ടിംഗ് പാർക്കുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. കുട്ടികൾക്കുള്ള പാർക്ക് കൂടാതെ സ്ഥലത്തിലെ ശരിയായ കാഴ്ചകൾക്കായി നടപ്പാതയിൽ ധാരാളം ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുകളുമുണ്ട്. പ്രദേശം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെഡൽ ബോട്ടുകൾ, കയാക്കിംഗ് അല്ലെങ്കിൽ റാഫ്റ്റിംഗ് എന്നിവ തിരഞ്ഞെടുക്കാം. അതേസമയം കുട്ടികൾക്ക് വീഡിയോ ഗെയിം സോണിലോ ഫുഡ് കോർട്ടിലോ റൈഡുകൾ ആസ്വദിക്കുകയുമാവാം. സൂര്യാസ്തമയം കാണാൻ ഇവിടെ തന്നെ പ്രത്യേക സൗകര്യമുണ്ട്. കാറ്റുള്ള വൈകുന്നേരങ്ങളിൽ മുഴുവൻ ദിവസങ്ങളിൽ വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ബോട്ട് സവാരിക്കായി ബോട്ടിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായി. എങ്കിലും ഇവിടെയുള്ള ഈ പരിസരവും കായലും അതുപോലെ കണ്ടൽ കാടുകളുമൊക്കെ വളരെ വൈബുളവാക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ. ഇതാ ബോട്ട് സവാരി ആരംഭിക്കുകയാണ്. അതിൻ്റെ ത്രില്ലാണ് എല്ലാവരും.
കണ്ണൂരിലെ ഈ ഇക്കോ പാർക്കിൽ പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ്, മനോഹരമായ നടപ്പാത, കുട്ടികൾക്കുള്ള കളിസ്ഥലം ഇവ ഉൾപ്പെടുന്നു. ഏഴിമല കുന്നുകളുടെ പശ്ചാത്തലത്തിൽ കായലുകൾക്കും കണ്ടൽക്കാടുകൾക്കും ഇടയിൽ ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക് അഥവാ വിപ്ര പാർക്ക് കണ്ണൂർ ജില്ലയിലെ മനോഹരമായൊരു പിക്നിക് സ്ഥലമാണ്. കുടുംബ വിനോദയാത്രകൾക്ക് അനുയോജ്യമായൊരു സ്ഥലവും. കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ DTPC വികസിപ്പിച്ചെടുത്ത ഈ പാർക്ക് പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് എന്നിവയുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതാ നമ്മുടെ സംഘാംഗങ്ങൾ യാത്ര ആസ്വദിച്ചുകൊണ്ട് മുന്നേറുകയാണ്. നമ്മുടെ ബോട്ടിത മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും നോക്കുക. കണ്ടൽക്കാടുകളും മറ്റു സസ്യങ്ങളും കൊണ്ടും ഹരിതാപമാണ് ചുറ്റുപാടുകളും. വളരെ നയനമനോഹരമായൊരു കാഴ്ചയാണ് കായലും പരിസരവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് സംഘാംഗങ്ങൾ. ബോട്ടിലെ മ്യൂസിക്കിനനുസരിച്ച് താളം വയ്ക്കുകയാണവർ. പുഴയോട് ചേർന്ന് നമ്മൾ കാണുന്ന ഈ നിബിഡമായ സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാട് അല്ലെങ്കിൽ മാൻഗ്രോവ് ഫോറസ്റ്റ്. കണ്ടൽ മരങ്ങളും അവയുടെ കൂടെ വരുന്ന കണ്ടലിതര സസ്യങ്ങളും ഉൾപ്രദേശങ്ങളിൽ ഇടതിങ്ങി വളരുന്നു. പുഴയും കടലും ചേരുന്നിടത്ത് ഉപ്പുകലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവയെ കണ്ടൽ ചെടികൾ എന്നും വിളിക്കുന്നു. വേലിയേറ്റ സമയത്ത് ജലാവൃതമായ വേലിയിറക്ക സമയത്തും അനാവൃതമാകുന്ന അന്തരീക്ഷവുമായി ബന്ധപ്പെടുന്ന തണ്ണീർത്തടങ്ങളിലെ ചതുപ്പുനിലങ്ങളിലാണ് സാധാരണയായി കണ്ടൽക്കാടുകൾ വളരുന്നത്. നമ്മുടെ സംഘാംഗങ്ങളുടെ ചില കലാപരിപാടികളും ചുവടുവെപ്പും ഇവിടെ അരങ്ങേറുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. കണ്ടൽക്കാട് വിശേഷങ്ങൾ ഇത്തിരി കൂടി കേൾക്കാം. കണ്ടൽക്കാടുകളിൽ ചില ഇനങ്ങൾ പ്രത്യേക ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ താഴ്ന്നിറങ്ങുന്ന വേരുകളുള്ളവയാണ്. വേലിയേറ്റ ഇറക്ക സമയങ്ങളിൽ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ താങ്ങുവേരുകൾ ഇവയെ സഹായിക്കുന്നു. കടലാക്രമണങ്ങളെയും മണ്ണൊലിപ്പിനെയും തടയാൻ കണ്ടൽക്കാടുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. സുനാമിയെ നേരിടാനും കണ്ടൽ മരങ്ങൾ പ്രാപ്തരാണ്. കണ്ടൽ മരങ്ങൾ ഉപ്പുവെള്ളത്തിലും ചെളിത്തട്ടിലും നിൽക്കുന്നതിനാൽ വേരുകൾക്ക് ആവശ്യമായ പ്രാണവായു ലഭിക്കാറില്ല. അതിനാൽ മണ്ണിനടിയിലെ വേരുകളിൽ നിന്നും സൂര്യപ്രകാശത്തിന് നേരെ വളരുന്ന സൂചിവേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ പര്യാപ്തമാണ്. സൂചിവേരുകളിൽ ധാരാളം വായു അറകളുണ്ട്. ഈ അറകൾ ജലത്തിനുപരിതലത്തിലേക്കായിരിക്കും തുറന്നിരിക്കുക. ഇങ്ങനെ വായു ലഭ്യതയുടെ കുറവ് നേരിടാനും കണ്ടലുകൾക്ക് തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഉപയോഗിച്ച് സാധിക്കുന്നു. സംഗീത വിരുന്നുകളും നൃത്യങ്ങളും അവസാനിക്കുന്നില്ല, തുടരുകയാണ് ഇവിടെ. നമുക്ക് കാണാം.
വീണ്ടും കണ്ടൽക്കാടുകളിലേക്ക് തന്നെ മടങ്ങി വരാം. പ്രകൃതി രമണീയമായ കണ്ടൽക്കാടുകളുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കെത്താ ദൂരത്തോളം കണ്ടൽക്കാടുകൾ വ്യാപിച്ചു കിടക്കുകയാണ് ഇവിടെയെങ്ങും. 80 രാജ്യങ്ങളിലായി ഏകദേശം 1.4 കോടി ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ഇന്ത്യയിലെ 6740 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഇവ കാണപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. അധികവും അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ കടൽ തീരങ്ങളിലാണ്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. ഉഷ്ണമേഖലാ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരം കണ്ടൽക്കാടുകൾക്കുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താനും പക്ഷികൾക്ക് കൂടുകൂട്ടാനും ഈ പ്രദേശമാണ് അഭികാമ്യം. മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും ഇവയ്ക്ക് അത്ഭുതകരമായ ശേഷിയുണ്ട്. ജലാശയങ്ങൾക്ക് സമീപം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുക, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഫലപ്രദമായ ഒരു മാർഗം. കേരളത്തിൽ കല്ലേൻ പൊക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇത്തരം കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 80 രാജ്യങ്ങളിലായി ഏകദേശം 14 ദശലക്ഷം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ട്. ഭൂമിശാസ്ത്രപരമായി കണ്ടൽക്കാടുകൾ 2 മേഖലകളിലായാണ് കാണപ്പെടുന്നത്. ഇന്ത്യയുൾപ്പെടെ ഇന്തോ പസഫിക് മേഖലയും അമേരിക്കയും പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രോ അമേരിക്കൻ മേഖലയും. ഇന്ത്യയിൽ ഏതാണ്ട് 6740 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. ഇതിൽ 88% അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെ കിഴക്കൻ തീരപ്രദേശത്താണ്. തീരപ്രദേശങ്ങളിലും ചതുപ്പുകളിലും കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങളിലെ അംഗങ്ങളായ സസ്യങ്ങളാണ് കണ്ടലുകൾ. പുഴയും കടലും ചേരുന്നിടത്ത് ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ഇത്തരം ചെടികൾ ഓരുവെള്ളത്തിൽ വളരാനാവശ്യമായ പ്രത്യേകതകൾ ഉള്ളവയാണ്. വേലിയേറ്റ സമയത്ത് ജലാവൃതമായും വേലിയിറക്ക സമയത്ത് അനാവൃതമായും ഇവ കാണപ്പെടുന്നു. വലിയ തിരമാലകളില്ലാത്ത ഇവിടങ്ങളിൽ നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഫലഭൂയിഷ്ടമായ എക്കലും കടലിൽ നിന്നും വേലിയേറ്റത്തിൽ നിന്നും കയറി വരുന്ന ധാതുലവണങ്ങളും കണ്ടലുകളെ ഭൂമിയിലെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥകളിലൊന്നാക്കുന്നു. എല്ലാ നീർക്കെട്ടുകളിലും കണ്ടലുകൾ കാണാറില്ല. ആഴം കുറഞ്ഞതും വളക്കൂറുള്ളതുമായ ഉപ്പിൻ്റെ അംശമുള്ളതുമായ ജലത്തിലാണ് സാധാരണ ഇവ കാണപ്പെടുന്നത്. വേലിയേറ്റവും വേലിയിറക്കമുള്ള പ്രദേശങ്ങൾ മറ്റൊരു അനുകൂല ഘടകമാണ്. ഇവിടെ നോക്കുക, ഒരു കണ്ടൽ കാട്, ചെറിയൊരു കണ്ടൽ കാട് ഇതാ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് കാണാം. ഇവിടെ ചെറിയൊരു ഭൂപ്രദേശം ഉണ്ടായിരിക്കാം, അവിടെ കണ്ടൽ തഴച്ച് വളർന്നിരിക്കുകയാണ്. കണ്ടൽ വനങ്ങളുടെ പിൻഭാഗത്തേക്ക് നോക്കുക, കവുങ്ങുകളും തെങ്ങുകളും മറ്റു വൃക്ഷങ്ങളുമൊക്കെ അണിയണിയായി നിരന്നിരിക്കുന്ന ആ കാഴ്ച വളരെ രസകരമാണ്. പ്രകൃതി രമണീയമായൊരു കാഴ്ചയാണ് ഈ വൃക്ഷലതാദികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം കണ്ടൽക്കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.55 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഇവിടെ കണ്ടലുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കണ്ണൂരിന് പുറമെ കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ കണ്ടലുകൾ തീരെയില്ല. കാരണം ഇവ തീരപ്രദേശങ്ങളില്ലാത്ത ജില്ലകളാണ്. കേരളത്തിൽ ഏകദേശം 18ലധികം കണ്ടലിനങ്ങൾ കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, ഉപ്പൂറ്റി, ചെറിയ ഉപ്പൂറ്റി, പൂക്കണ്ടൽ, എഴുത്താണിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. പാരിസ്ഥിതിക സംരക്ഷണത്തിന് വളരെയധികം ഉപകാരപ്രദമാണ് കണ്ടലുകൾ. സുനാമി, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, കരയിടിച്ചിൽ എന്നിവയിൽ നിന്നുള്ള സ്വാഭാവികമായ പ്രതിരോധ മാർഗമാണ് കണ്ടൽക്കാടുകൾ.
ഇവയുടെ വേരുകൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നു. വിവിധതരം കടൽ മത്സ്യങ്ങൾക്കും മറ്റ് ജലജീവികൾക്കും മുട്ടയിട്ട് വളരാനുള്ള പ്രകൃതിദത്ത നഴ്സറികളാണ് കണ്ടലുകൾ. പക്ഷികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണിത്. ഇങ്ങനെ നോക്കിയാൽ കണ്ടലുകളുടെ പ്രാധാന്യം പ്രകൃതി സംരക്ഷണത്തിൽ അവസാനിക്കുന്നില്ല. കണ്ടൽ വനങ്ങളോട് യാത്ര പറഞ്ഞ് നമ്മൾ തീരത്തേക്ക് തന്നെ മടങ്ങുകയാണ്. നമ്മൾ ബോട്ടിലേക്ക് വന്ന ആ വഴി നോക്കുക. കടലിലൂടെ കെട്ടിയുണ്ടാക്കിയ ആ വഴി ഇവിടെ നിന്ന് വളരെ മനോഹരമായി കാണപ്പെടുന്നു. നമ്മുടെ ബോട്ടിത വീണ്ടും കരയോടടുക്കുകയാണ്. ഈരത പാട്ടും സംഗീതവും അവസാനിക്കുന്നില്ല, അനിശ്ചിതം തുടരുകയാണ്. വയലാത്ര പാർക്കിനോട് യാത്ര പറയുകയാണ് നമ്മൾ. നമ്മുടെ അടുത്ത സന്ദർശന സ്ഥലമായ ബേക്കൽ കോട്ടയിൽ വീണ്ടും കാണുവരെ എല്ലാവർക്കും നന്ദി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.